ഈരാറ്റുപേട്ട ഗവൺമെന്റ് മുസ്ലിം എൽ.പി. സ്കൂളിന്റെ 86-ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തന്നെ പ്രമുഖമായ സ്കൂളുകളിലൊന്നാണ് ഈ സ്കൂളെന്നും അതുകൊണ്ടുതന്നെ സർക്കാർ സ്കൂളിന് പ്രത്യേക പരിഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനതലത്തിൽ എൽ.പി. സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന മൂന്നാമത്തെ ഗവൺമെന്റ് സ്കൂളാണിതെന്ന് എം.എൽ.എ. കൂട്ടിച്ചേർത്തു. ഈരാറ്റുപേട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി.പി. നാസർ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ മാത്യു കെ. ജോസഫ് സ്വാഗതം പറഞ്ഞു. സീനിയർ അസിസ്റ്റന്റ് ഷാജിന കെ.എ. റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഫാത്തിമ അൻസർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീമ നാസർ, ഡിവിഷൻ കൗൺസിലർ നസീറ വി.ഇ., പി.ടി.എ. പ്രസിഡന്റ് തൽഹത്ത് മാളിയേക്കൽ, പി.ടി.എ. വൈസ് പ്രസിഡന്റ് ഹസീബ് ജലാൽ, ഈരാറ്റുപേട്ട എ.ഇ.ഒ. ഷംല ബി.വി., ഈരാറ്റുപേട്ട ബി.പി.സി. ബിൻസ് ജോസഫ്, മുൻ ഹെഡ്മാസ്റ്റർ പി.വി. ഷാജിമോൻ, മാതൃസംഗമം പ്രസിഡന്റ് തഹ്ലിയ ഷബീർ എന്നിവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർമാരായ സവാദ് ഇഞ്ചക്കാടൻ, റൈന ടീച്ചർ, അഫ്സൽ ഇജാസ്, അമീൻ പിട്ടയൽ, കെ.ഇ. റാഷിദ്, ജെയിംസ് കുന്നേൽ, ഷാജിദ വി.എ. തുടങ്ങിയവർ സംബന്ധിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വിവിധ പരീക്ഷകളിലും മത്സരങ്ങളിലും വിജയികളായവർക്ക് എം.എൽ.എ. സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്കൂളിലെ പാചകത്തൊഴിലാളിപൂർവ്വം ക്ഷണിക്കുന്നു. ഉപജില്ലാ തലത്തിൽ 2ാം പ്രാവശ്യമാണ് ഷഫീഖ് പാചക മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നത്. ഏറെ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിലർമാരുമാണ്. ഇവിടുത്തെ രക്ഷിതാക്കളുടെ ആഗ്രഹമനുസരിച്ച് നമുക്കറിയാം, ഈ സ്കൂള് കോട്ടയം ജില്ലയിൽ നിന്നല്ല കേരള സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണ്. അതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ സ്കൂളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോടൊപ്പം ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ ഹെഡ്മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ LSSന്റെ പരീക്ഷ അടക്കം കലാകായിക മത്സരങ്ങളടക്കം പാഠ്യേതര രംഗത്ത് കുറേ പതിറ്റാണ്ടുകളായി 8 പതിറ്റാണ്ടുകളായി 85 വർഷങ്ങളായി മികവിന്റെ കലാലയമായി നമ്മുടെ തെക്കൻ കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ ഗവൺമെന്റ് മുസ്ലിം എൽ.പി. സ്കൂൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഒരു കലാലയം എന്നതിലേക്ക് കൂടി ഏറെ വൈകാരികമായ ഒരു ബന്ധം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചപ്പോഴുണ്ടായ ഓർമ്മകൾ ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ എപ്പോഴും ഉണ്ടാവാറില്ല. ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു പൊതുവിദ്യാലയം, ഞാൻ എങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പലരും എന്താണ് സംസ്ഥാനത്തെ തന്നെ പ്രധാനപ്പെട്ട പൊതുവിദ്യാലയം? അതായത് ഈ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ ഏറ്റവും അധികം കുട്ടികൾ എൽ.പി. സ്കൂളിൽ പഠിക്കുന്ന 3ാമത്തെ സ്കൂളിന്റെയും കോട്ടയം ജില്ലയിൽ 1ാമത്തെ സ്കൂളിന്റെയും പേരാണ് ഈരാറ്റുപേട്ട ഗവൺമെന്റ് മുസ്ലിം എൽ.പി. സ്കൂൾ. അതുകൊണ്ട് തന്നെയാണ് ഈ കാലയളവിൽ ഈ വേദിക്ക് ഇടതുവശത്ത് കാണുന്ന, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നവരുടെ വലതുവശത്ത് കാണുന്ന ഈ ബഹുതല മന്ദിരം 1,30,00,000 രൂപ മുടക്കി നമ്മുടെ ഗവൺമെന്റ് നിങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് 10 ലക്ഷം രൂപയുടെ വർണ്ണക്കൂടാരം പദ്ധതി ഇവിടെ അനുവദിച്ച് നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് സമീപനാളിൽ ഇവിടെ ഒരു ഹെൽത്തി കിഡ്സ് പദ്ധതി അനുവദിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അങ്ങനെ നഗരസഭയിൽ നിന്ന് നമുക്ക് കവാടം അടക്കമുള്ള കാര്യങ്ങൾ നഗരസഭയുമായി ബന്ധപ്പെട്ട് നിർവഹിച്ചു വന്നു. അപ്പൊ ഗവൺമെന്റ് ആണെങ്കിലും നഗരസഭയാണെങ്കിലും ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയാണ് ഈ സ്കൂളിനെ കാണുന്നത് എന്നെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം ഈ സമീപനാളിൽ ഈ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന BRCക്ക് പുതിയ മന്ദിരം പണിയാൻ 78 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. കാര്യത്തിൽ ഞാനൊരു 2 ചിന്തയിലാണ്. കാരണം ഒന്നാമത് ഈ സ്കൂളിന് ഇടയില്ല. തന്നെ ഭാവിയിൽ നമുക്കൊരു വലിയ കോംപ്ലക്സ് ഈ കെട്ടിടങ്ങളിൽ മതിയാവില്ല. ഒരു കുറച്ചുകൂടെ മികച്ച ഒരു കോംപ്ലക്സ് ഇതിനുണ്ടാവണമെന്ന് PTA ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുക. 5 കോടി രൂപയുടെ കെട്ടിടം വേണമെന്നാണ് PTAയുടെ ആവശ്യം. അതിന്റെ പ്രപ്പോസൽ ഞാൻ ഗവൺമെന്റിൽ കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ അംഗീകരിച്ച് കിട്ടും. 5 കോടി കിട്ടിയില്ലെങ്കിൽ 3 കോടിയെങ്കിലും കിട്ടും. ഭാവിയിൽ അംഗീകരിച്ച് കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പണിയാൻ സ്ഥലം വേണം. അപ്പൊ BRCയുടെ കെട്ടിടം ഇവിടെ നിന്ന് മാറ്റി വേറെ എങ്ങോട്ടേലും മാറ്റുന്ന കാര്യം കൂടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുക. 78 ലക്ഷം രൂപ ഇപ്പം
ചെയ്ത് പണി ആരംഭിക്കാൻ കഴിയും. പക്ഷേ ഉള്ള സൗകര്യം വീണ്ടും കുറയുന്നത് ശരിയുണ്ട്. ഏതായാലും ഏറ്റവും കൂടുതൽ 1000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ എന്നുള്ളതിൽ, മികച്ച വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്കൂൾ എന്നുള്ളതിൽ, ഈ സമീപകാലത്ത് നടന്ന സബ്ജില്ലാ കലോത്സവത്തിൽ LP വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഈ സ്കൂളിനാണ് കിട്ടിയത്. സാറേ, ഈ സ്കൂളിനാണ് കിട്ടിയത്. ഏത് രംഗത്ത് പോയാലും ഇവിടുത്തെ കുട്ടികൾ മിടുമിടുക്കരാണ്. ആ മിടുമിടുക്കരായ കുട്ടികളെ കൂടുതൽ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അവർക്ക് ഒരു മാർഗദർശനം ഉണ്ടാക്കുന്ന, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ കൂടുതൽ വിദ്യാഭ്യാസ പുരോഗതി ഉറപ്പുവരുത്താൻ പ്രാഥമിക കലാലയങ്ങളിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന പൊതുവിദ്യാലയം എന്നുള്ള നമ്മുടെ ആ മികവ് വീണ്ടും അരക്കിട്ടുറപ്പിക്കാൻ ഈ വാർഷികവും ആ വാർഷികത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും അതിന്റെ റിപ്പോർട്ടും അതിന്റെ കലാപരിപാടികളും മറ്റു ചില അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം അതിന് ഉപകരിക്കട്ടെ മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത്.